ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ നടന്മാർക്കെതിരെ കേസെടുത്തത് ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അതിന്മേലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ലൈംഗിക ആരോപണ പരാതിയിൽ കേസെടുത്തിട്ടും പക്ഷേ മുകേഷിനെ ഇടതുപക്ഷം തള്ളുന്നില്ല. ആരോപണ വിധേയരായ 2 കോൺഗ്രസ് നേതാക്കൾ ആദ്യം രാജിവെക്കട്ടെ എന്ന് LDF കൺവീനർ EP ജയരാജൻ. മുകേഷിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ CPI അടിയന്തര യോഗം ഉടൻ ചേരും. ഇപ്പോൾ മൂന്നാമതാണ് ഒരു MLAക്ക് നേരെ വരുന്നത്. 2 MLAമാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികൾ നടപടി സ്വീകരിച്ചാൽ 2 MLAമാർ രാജിവെച്ചു പോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഈ രംഗത്ത് ഇതിന് മുൻപുള്ള 2 MLAമാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ മൂന്നാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇത് ഇപ്പോൾ നമ്മുടെ അന്വേഷണ നടപടികൾ സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടാണ്. MLAമാരെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള ഒരു നടപടി ഇങ്ങനെയാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ തെറ്റുകൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഇതുവരെ ഞങ്ങൾ വളരെ ശരിയായ നില സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ശരിയായ നില സ്വീകരിക്കും. നിങ്ങൾക്കതെല്ലാം കാത്തിരുന്ന് കാണാം. മുകേഷിനെതിരായ ലൈംഗിക ആരോപണ പരാതിയിൽ കേസെടുത്തിട്ടും മുകേഷിനെ ഇടതുപക്ഷം തള്ളിക്കളയുന്നില്ല. ആരോപണ വിധേയരായ 2 കോൺഗ്രസ് നേതാക്കൾ ആദ്യം രാജിവെക്കട്ടെ എന്നുള്ളതാണ് LDF കൺവീനർ EP ജയരാജൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ജയരാജൻ അഥവാ CPM ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. രാജി ആവശ്യമില്ല, തൽക്കാലം UDFന്റെ MLAമാർ രാജിവെക്കട്ടെ, അതിനുശേഷം ആലോചിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, രാജിവെക്കാൻ മതിയായ കാരണമുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ ഏതായാലും CPI ഇടതുമുന്നണി ഇക്കാര്യത്തിൽ അഭിപ്രായ സമന്വയത്തിൽ എത്തിയിട്ടുണ്ട്. CPI എന്നൊരു അടിയന്തര യോഗം ചേരുന്നുണ്ട് എന്നറിയുന്നു. ആനി രാജയാവട്ടെ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് CPIയുടെ നിലപാട്? വീണ, ഇതാണോ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട് എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടത്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനമെടുക്കും. ആ തീരുമാനങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIയുടെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ആനി രാജ മുകേഷിന്റെ കയ്യിൽ നിന്ന് രാജി ചോദിച്ചു വാങ്ങണമെന്ന ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വനിതാ നേതാക്കളും മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ശക്തമായി തന്നെ പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നേതൃത്വത്തിനോട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ കൺവീനർ കൂടിയായിട്ടുള്ള LDF കൺവീനർ കൂടിയായിട്ടുള്ള EP ജയരാജൻ ഈ മുകേഷിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള പ്രതികരണമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത്. മുന്നത്തെ 2 കോൺഗ്രസ് MLAമാർ രാജിവെച്ചതിന് ശേഷം മാത്രം ഇതുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ മുകേഷിന്റെ രാജിയുമായിട്ട് മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലേക്കാണ്. അതോടൊപ്പം തന്നെ പറയുന്നു, ഇന്ത്യയിൽ ഓരോ ഗവൺമെന്റും എടുക്കാത്ത ധൈര്യപൂർവ്വമുള്ള ഒരു തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാതെ പാർട്ടി നേതാക്കന്മാരുടെ മേലുള്ള മാധ്യമങ്ങൾ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന തരത്തിൽ ഒരു പ്രതികരണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിനിമാ നടനും അതോടൊപ്പം തന്നെ CPMന്റെ MLAയും സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിലുമുള്ള അംഗമാണ് മുകേഷ്. ഈ അടുത്ത മാസങ്ങളിൽ വരുന്ന കോൺക്ലേവ്, ആ കോൺക്ലേവിൽ നയരൂപീകരണ കമ്മിറ്റിയിലുള്ള മുകേഷ് ഇത്തരത്തിൽ വേട്ടക്കാരനായിരിക്കുന്ന മുകേഷ് ഇരയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇരയോടെ ഒപ്പം ഇരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ, അല്ലെങ്കിൽ അത് ഈ ഒരു വൈരുദ്ധ്യാത്മകമായിട്ടൊരു കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും മുകേഷ് രാജിവെക്കാനായിട്ടും MLA സ്ഥാനം രാജിവെക്കാനായിട്ടും നിലവിൽ സമ്മർദ്ദം ചെലുത്തേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ശക്തമായി തന്നെ ചർച്ച ചെയ്യും. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ CPI ഉൾപ്പെടെ ഈ വിഷയത്തിൽ മുകേഷിന്റെ രാജിയിൽ കുറഞ്ഞുമൊന്നും ആവശ്യപ്പെടുന്നില്ല. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുകേഷിനെതിരെ വന്നിട്ടുള്ളത്. 2 ലൈംഗിക അതിക്രമ കേസുകൾ, അതും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് പോലും മുകേഷ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതും, അതോടൊപ്പം തന്നെ വെറും ഒരു വിശദീകരണം ഒരു പ്രസ് റിലീസിലൂടെ മാത്രം അറിയിച്ചതും ശക്തമായിട്ട് തന്നെയാണ് CPI എതിർക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്തായാലും EP ഈ വിഷയത്തിൽ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെ തുടർ ദിവസങ്ങളിലും പ്രതീക്ഷിക്കാമെന്ന് തന്നെ നമുക്ക് കരുതാം. മുകേഷിന്റെ രാജിയിൽ കുറഞ്ഞൊന്നും CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നില്ല എങ്കിൽ പോലും CPM ഇത്തരത്തിൽ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വന്ന എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട്
നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കണ്ടില്ല നടിക്കുന്നു. പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട് ഇത് തന്നെയാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് EP. വീണ.